അന്ന് രാത്രി ഞാൻ വിചാരിച്ചു എന്തായാലും കർത്താവ് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത്, അപ്പോൾ കർത്താവിനോട് തന്നെ സന്ദേശം ചോദിക്കാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അന്ന് രാത്രി 26-ാം തീയതി രാത്രി എല്ലാവരും ഇറങ്ങി, ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കർത്താവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഈശോയെ അവിടുന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്തു, ഇപ്പം നമുക്ക് മനസ്സിലായത് തെറ്റാണെങ്കിൽ കർത്താവെ അത് വെളിപ്പെടുത്തി തരണമേ, മറിച്ച് പറഞ്ഞത് അനുസരിക്കാമെന്നാണോ അല്ലെങ്കിൽ നമ്മുടേതായ ചിന്തകളിലൂടെ പ്രവർത്തിച്ചതാണെങ്കിൽ കർത്താവ് ഇത് വെളിപ്പെടുത്തി അതിൽ നിന്ന് ഞങ്ങളിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു 2:30 മണി സമയമായപ്പോഴത്തേക്കും ഒരു ഡിവൈൻ കർത്താവിൻ്റെ കരുണയുടെ ആ ഒരു വലിയൊരു രൂപം ഞങ്ങളുടെ മുറിയിലുണ്ടായിരുന്നു. ആ മുറി 2:30 മണി ആ സമയത്ത് നിന്ന് ആ രൂപത്തിൽ നിന്ന് വലിയൊരു പ്രകാശം എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവിലേക്ക് വന്ന് വീഴുന്നതായിട്ട് ഞാൻ കണ്ടു. ഒരു നിമിഷം ഞാനൊന്ന് ഭയന്നു, കാരണം നല്ല ഇരുട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കാരണം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു പ്രകാശം വന്ന് വീണപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് അവിടെ നിറങ്ങി വന്ന് പ്രവർത്തിച്ചതാണെന്ന്. പക്ഷേ എൻ്റെ ആ ഒരു സംശയം കാരണം ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു, കർത്താവെ ഇത് സ്വർഗത്തിൽ നിന്നാണ് ഈ പ്രകാശം വരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വരുത്തിക്കണേന്ന് പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രകാശവും വന്നടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് സൗഖ്യം നൽകുമെന്ന്. അതിനുശേഷം ഞാൻ കാണുന്നത് കുറേ കുറ്റിച്ചെടികൾ കണക്ക് കുറേ ചെടികൾ ഇങ്ങനെ കാണിക്കുന്നു. എന്നിട്ട് കർത്താവ് തന്ന സന്ദേശം ഇങ്ങനെയാണ്, ആരും നാട്ടിൽ പോവുകയില്ല, ഇവിടെ തന്നെ സൗഖ്യം ലഭിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം കർത്താവ് പറഞ്ഞ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് ദൈവം, പറയുന്നത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും, വാക്ക് മാറാത്തവനാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ ഇതിൽ വളരെ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമ്മളാരും പോകേണ്ടി വരത്തില്ല, കർത്താവ് ഇവിടെ തന്നെ സൗഖ്യം നൽകുമെന്ന്. പക്ഷെ തലേ ദിവസത്തെ ആ ഒരു റിപ്പോർട്ട്, കാരണം അതായത് ഇനിയും രക്ഷയില്ല, നിന്ന് കഴിഞ്ഞാൽ ഇനിയും തളർന്നു പോകും, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഹസ്ബൻഡ് ഒത്തിരി മനസ്സുകൊണ്ടങ്ങ് തളർന്നുപോയി, ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ. ഏതായാലും അന്ന് വൈകുന്നേരം പലരും ഈ വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും വിളിക്കാൻ തുടങ്ങി, എന്തായി നിങ്ങളുടെ തീരുമാനങ്ങൾ, അങ്ങനെ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം, അതായത് 26-ാം തീയതി വൈകിട്ട് റിസൾട്ട് കിട്ടി, നമുക്ക് സന്ദേശം കിട്ടുന്ന രാത്രി 27-ാം തീയതി ഒരു ഉച്ചയോടെ എന്നെ ഈ ശുശ്രൂഷ മേഖലയിലും ആത്മീയമായി വളർത്തുവാൻ സഹായിച്ചൊരു ആൻറ്റി ഉണ്ട്. ഇന്ന് ആ ആൻറ്റി മരിച്ചുപോയി. പക്ഷെ ആ ആൻറ്റി വീട്ടിൽ വന്ന് ആൻറ്റിനോട് പറഞ്ഞ്, മെറീന സംഗതി ശരിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെയാണ്, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നാട്ടിൽ പോയി നിങ്ങൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുക, എന്നിട്ട് അതിനുശേഷം ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും ഗൾഫിലേക്ക് വരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞ്, ഇങ്ങനെ എനിക്ക് രാത്രിയിൽ കർത്താവിൻ്റെ സന്ദേശമുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, എനിക്ക് ആയുർവേദത്തിന് അറിയാവുന്നൊരു ഡോക്ടറുണ്ട്, ഞാൻ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് തരാമെന്ന്. അങ്ങനെ 27-ാം തീയതി വൈകിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഡോക്ടറിനെ കാണാൻ പോയി. കയറുമ്പോൾ തന്നെ വലിയൊരു കുരിശ് രൂപമാണ് കാണിച്ചു തന്നത് കർത്താവ്. ആ കുരിശ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈശോ സൗഖ്യം തരുമെന്നതിൽ യാതൊരു സംശയമില്ല, ഇവിടത്തെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി. ഡോക്ടർ ഹസ്ബൻഡിനെ പരിശോധിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വളരെ നല്ലൊരു ഡോക്ടർ പറഞ്ഞ്, നിങ്ങളൊന്നിനെയും കുറിച്ച് വിഷമിക്കേണ്ട, കർത്താവ് ഒന്നിങ്ങനെ കൊണ്ട് ഞാൻ 15 ദിവസം എനിക്ക് തരിക, ഞാൻ സുഖപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ശരിക്കും അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഇപ്പോൾ ഓൾറെഡി 27-ആയി, 28-ാം തീയതി മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, 15 ദിവസം നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ജനുവരി 2-ാം തീയതി ഹസ്ബൻഡിന് ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പം ഇത്രയും കേട്ടപ്പോൾ തന്നെ കുറച്ചൊരു ആശ്വാസമായി. അപ്പോൾ 2-ാം തീയതി ജോയിൻ ചെയ്യണപ്പോൾ എന്ത് ചെയ്യണമെന്ന് എങ്ങനെ കമ്പനീനെ അറിയിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്താലും കർത്താവ് പറഞ്ഞല്ലേ, നമ്മൾ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ്, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ഒന്നിനെയും കുറിച്ച് ആകുലപ്പെടേണ്ട, അത് വേണ്ടത് കർത്താവ് പ്രവർത്തിച്ചോളും, വിളിച്ചു പറയാനൊന്നും നിൽക്കണ്ട, ഏത് സാഹചര്യത്തിലും പിറുപിറുക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, യാതൊരു സംശയമില്ല. ഒത്തിരി അനുഭവങ്ങൾ, ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. അതായത് നമ്മൾ ഏതൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ സാഹചര്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമ്മളിൽ നിന്ന് വിട്ടുപോകും, യാതൊരു സംശയമില്ല.
കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ ഒരു വിജയകരമായ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും, ഈ ലോകത്ത് തന്നെ വിജയകരമായൊരു ജീവിതം നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. കർത്താവിൻ്റെ കരുണയും കൃപയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പെയ്തിറങ്ങിയാൽ മാത്രമേ നമ്മളായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുകയുള്ളൂ. ഇപ്പോൾ ഒരു രോഗത്തിലൂടെയാണ് രോഗാവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ ആ രോഗത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ കരുണയും കൃപയും ആ മേഖലയിൽ ഒഴുകണം. ഏതവസ്ഥയായിക്കോട്ടെ, സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, കടബാധ്യതകളായിക്കോട്ടെ, ആയുസ്സിൻ്റെ മേലിലോ ആരോഗ്യത്തിൻ്റെ മേലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, മക്കളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ കരുണയും കൃപയും പെയ്തിറങ്ങിയാൽ അതിൽ നിന്ന് എല്ലാം നമുക്ക് വിടുതൽ പ്രാപിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മളൊന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം നമുക്കൊന്ന് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്ത് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഒരു വിജയകരമായ ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. മാമോദീസിലൂടെ നമ്മളെല്ലാവരും ദൈവമക്കളാക്കി മാറി. ദൈവമക്കളായി മാറിയപ്പോൾ നമുക്കറിയാം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ ദൈവം, ഈ ലോകത്തെ മുഴുവൻ കീഴടക്കി വിജയം കൈവരിച്ചു തന്ന കർത്താവായ യേശു ക്രിസ്തു, ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം സൃഷ്ടിച്ച ആ ദൈവം, ആ ദൈവത്തിൻ്റെ മക്കളാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോകണം. ചില ആൾക്കാർ പറയാറുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണം. എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ള ജീവിതമല്ല നമ്മുടെയൊക്കെ ജീവിതം. നമ്മളെ ലോകത്തിലേക്ക് ദൈവം അയച്ചപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് ജെറമ്യാ 29:11. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയുമാണ്. അപ്പോൾ ഈ പ്രത്യാശ നൽകുന്ന പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഓരോ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയൊരു സത്യമാണ്, നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. നമ്മൾ എവിടെയെങ്കിലും നമുക്ക് തന്നെ അറിയാം, ഏതൊരു സ്ഥലത്ത് നമ്മൾ പോയാലും നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ അപ്പനോ ആണ് അവിടുത്തെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണെങ്കിൽ നമുക്കൊന്നിനെയും കുറിച്ചൊരു ആകുലത ഉണ്ടാകില്ല. വളരെ ആത്മധൈര്യത്തോടെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യത്തിന് പോകുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ അപ്പൻ അവിടെ ഉണ്ടെന്നുള്ളത്. അതിനേക്കാളും മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, അസാധ്യമായി ഒന്നുമില്ലാത്തൊരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ജെറമ്യാ 32:27 പറയുന്നു, സകല മർത്യരുടെയും ദൈവമാണ്, അസാധ്യമായി ഒന്നുമില്ല. അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? അസാധ്യമായി ഒന്നുമില്ലാത്തൊരു ദൈവത്തിൻ്റെ മകനും മകളുമാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, അത് നമുക്കറിയാം. പക്ഷെ ഇതിനെല്ലാം കീഴടക്കി വിജയം കൈവരിച്ചു തന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവസാനം വരെയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ കൂടെയുള്ള വ്യക്തി ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത്. അപ്പോൾ ഈ ലോകത്ത് തന്നെ ഒരു വിജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ, വിജയകരമായ ജീവിതം നയിക്കണമെന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാം നല്ലതാണെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് സാഹചര്യത്തിലും
ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടാതെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ, 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ള സകലത്തിനേക്കാളും ശക്തനാണ്. ഇപ്പം സകലത്തിനേക്കാളും ശക്തനായവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഈ ഒരു ബോധ്യം, അപ്പം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു സാധാ ഒരു വ്യക്തിയല്ല, ദൈവത്തിൻ്റെ മകളുമാണ്. സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ ദൈവം, അത് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ആ ദൈവം, ആ ദൈവത്തിൻ്റെ മകനും മകളുമാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുവാണെങ്കിൽ ഈ ലോകത്തിലുള്ള ഒന്നിനും നമ്മളെ തളർത്തുവാൻ സാധിക്കുകയില്ല. വചനം പറയുന്നു, ഈ ലോകത്ത് നമുക്ക് സഹനങ്ങൾ, ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻ എല്ലാം ഉണ്ടാകും, പക്ഷെ അതിനെല്ലാം കീഴടക്കിയവൻ നമ്മുടെ കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണെന്നുള്ളത്. സങ്കീർത്തനം 33:12 ഇങ്ങനെ പറയുന്നു, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പം തിരഞ്ഞെടുപ്പ് ലഭിച്ച നമ്മൾ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണെന്നാണ് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത്. സങ്കീർത്തകൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാണ് സങ്കീർത്തനം എഴുതിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സങ്കീർത്തകൻ പറയുന്നത് എന്താണ്? കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണെന്നാണ് സങ്കീർത്തകൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. 1 സാമുവേൽ 18:14 പറയുന്നു, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. അപ്പം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഉദ്യമങ്ങളിലും നമ്മൾ വിജയം വരിക്കും, യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, സർവശക്തനായ ദൈവമാണ്, അസാധ്യമായി ഒന്നുമില്ലാത്ത ദൈവമാണ്, എല്ലാം സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും എന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ആദ്യമേ നമുക്ക് വേണ്ടത് നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യമുണ്ടാകുക, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ ആരാണെന്നുള്ള തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക. അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ മുഖം ദർശിച്ച ഒരു വ്യക്തിയുടെ ജീവിതവും പരാജയപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ സാധിക്കും. കാരണം നമുക്കറിയാം, പ്രശ്നങ്ങൾ അത് ജീവിതത്തിന് അവസാനം വരെയും ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. ഒരു പ്രശ്നം ഉണ്ടാകും, അതിൻ്റെ ഒരു അവസാനം വരും, അതിനുശേഷം അടുത്ത പ്രശ്നം വരും, അതിനും ഒരു അവസാനം ഉണ്ടാകും. നമ്മൾ വിശ്വസിക്കേണ്ടത് ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ കഴിയുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ തളർത്തുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, നമുക്കൊരു പ്രശ്നവും പ്രയാസവും വരുമ്പോൾ കർത്താവ് ഇറങ്ങി വരും നമ്മളെ സഹായിക്കുവാൻ വേണ്ടി. യെശയ്യാ 63:9 പറയുന്നു, അവരുടെ കഷ്ടതയിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. ഒരു കഷ്ടത നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. ഒരിക്കലും കൈവിടാത്ത ദൈവം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പൊരുതും.
നമ്മൾ പുറപ്പാട് പുസ്തകം 14 നമ്മൾ വായിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമ്മൾ ശാന്തരായി ഇരുന്നാൽ മതി. അപ്പം ശാന്തരായി ഇരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ബോധ്യമുണ്ടായിരിക്കണം, എൻ്റെ ദൈവം സർവശക്തൻ, എല്ലാം സാധ്യമാക്കുവാൻ കഴിയുന്നവൻ, അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിടുകയില്ല. വചനം പറയുന്നു, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഞാൻ അവനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒന്നിനും നമ്മളെ തളർത്തുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത്, വിജയകരമായ ജീവിതം നയിക്കുവാൻ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യം, അതായത് ദൈവത്തിൻ്റെ മകളും മകനുമാണെന്നുള്ളൊരു ബോധ്യം. രണ്ടാമത് നമുക്ക് വേണ്ടത് അടിയുറച്ച വിശ്വാസം. അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2005 ഒരു അനുഭവം എനിക്കുണ്ടായത് 2004 ഡിസംബറിൽ, അതായത് 2002 ഈ ഡിസംബർ 8 മുതലാണ് ദൈവസ്വരം ശ്രവിക്കുവാനുള്ള കൃപ ദൈവം നൽകിയത്. അന്നു മുതൽ ദൈവം പറയുന്നത് പോലെ മാക്സിമം അതുമാതിരി തന്നെ ജീവിക്കുവാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വീണുപോയിട്ടുണ്ട്, പക്ഷെ എന്നാലും കർത്താവ് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് കർത്താവ് ഒരു സന്ദേശം തന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ജോലി രാജിവെച്ച് വേറൊരു ജോലി സ്വീകരിക്കണമെന്ന്. കർത്താവ് പറഞ്ഞതനുസരിച്ച് ജോലി രാജിവെച്ചു. ഡിസംബർ ആയപ്പോഴത്തെ, അതായത് 2004 ഡിസംബറിൽ ആയപ്പോഴത്തേക്കും റെസിഗ്നേഷൻ കൊടുത്തു. 2005 ജാനുവരി 2 ജോലിക്ക് ജോയിൻ ചെയ്യണം, ഇങ്ങനെയായിരുന്നു കണ്ടീഷൻ. അപ്പോൾ 1 മാസത്തെ നോട്ടീസ് പീരീഡ് കൊടുത്തു കഴിഞ്ഞ അന്ന് മുതൽ ഹസ്ബൻഡ് ഭയങ്കര നടുവേദന, എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തം ഇങ്ങനെ നടുവിലൂടെ ഒഴുകുന്നതായിട്ട് കാണുമായിരുന്നു. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു കർത്താവ് സൗഖ്യം നൽകും, അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി അത്രയും വിഷമിക്കാൻ പോയില്ല. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ മാറും എന്നുള്ള വിശ്വാസത്തിൽ പോയി. ഇപ്പോൾ ഡോക്ടറും പറഞ്ഞു റെസ്റ്റ് എടുക്കുക, അതേ ഉള്ളൂ ഇതിനൊരു സൊല്യൂഷൻ. അങ്ങനെ ദിവസങ്ങൾ പോയി. ഡിസംബർ 25 ആയപ്പോൾ ക്രിസ്മസ് വിഷ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സും എല്ലാം ഫാമിലീസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ചെയ്യുന്നത്? ഒരു പുതിയ കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ സുഖമില്ലാതെ ഒരാൾ പോകുവാണെങ്കിൽ എങ്ങനെയാ കമ്പനിയെ ആക്സെപ്റ്റ് ചെയ്യും? അപ്പം നിങ്ങൾ ചെയ്തൊരു മണ്ടത്തരമായി പോയി, റെസിഗ്നേഷൻ കൊടുക്കേണ്ടിയില്ലായിരുന്നു, ആ പഴയ കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടിയിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു സന്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോണത്. നല്ലതായി പോകുമ്പോൾ എല്ലാവരും വളരെ നല്ലതെന്ന് പറയും. പക്ഷെ ഒരു പ്രശ്നമോ പ്രയാസമോ കടന്നു വരുമ്പോൾ കുറ്റപ്പെടുത്തുവാനും നമ്മളെ കളിയാക്കുവാനും എല്ലാം ധാരാളം ആൾക്കാർ കാണും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഞങ്ങളോട് ഉപദേശിച്ചു, നിങ്ങൾ ചെയ്തൊരു മണ്ടത്തരമായി പോയി, നിങ്ങളൊരു കാര്യം വേറൊരു ഡോക്ടറിനെയും കൂടെ പോയി കാണിക്കുക. അങ്ങനെ ഞങ്ങൾ 25 അതായത് ക്രിസ്മസിന് അന്ന് വേറെ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ വന്ന് സ്കാൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ 26 രാവിലെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി. അന്ന് രാവിലെ സ്കാൻ ചെയ്തു, വൈകുന്നേരം റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയപ്പോൾ പറഞ്ഞിരുന്ന റിസൾട്ട് ഇങ്ങനെയാണ്, ഒരു 1/2 ഇഞ്ച് കൂടെ മാറുവാണെങ്കിൽ ആൾ തളർന്നു പോകും. അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ തീരെ ചെറുത്, ഹസ്ബൻഡിൻ്റെ വിസയിലായിരുന്നു, ഞാനും മക്കളെല്ലാവരും. അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും തിരിച്ചു വരണം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആൾക്കാരെല്ലാവരും പറഞ്ഞു നിങ്ങളങ്ങ് നാട്ടിൽ പോവും, അതായിരിക്കും ആരോഗ്യമല്ലേ നല്ലത്, അത് നോക്ക്. അങ്ങനെ പല പല കാര്യങ്ങൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി. അന്ന് രാത്രി ഞാൻ വിചാരിച്ചു എന്തായാലും കർത്താവ് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത്, അപ്പോൾ കർത്താവിനോട് തന്നെ സന്ദേശം ചോദിക്കാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അന്ന് രാത്രി 26 രാത്രി എല്ലാവരും ഉറങ്ങി, ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കർത്താവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഈശോയെ അവിടുന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്തു, ഇപ്പം നമുക്ക് മനസ്സിലായത് തെറ്റാണെങ്കിൽ
കർത്താവെ അത് വെളിപ്പെടുത്തി തരണമേ. മറിച്ച് പറഞ്ഞത് അനുസരിക്കാമെന്നാണോ അല്ലെങ്കിൽ നമ്മുടേതായ ചിന്തകളിലൂടെ പ്രവർത്തിച്ചതാണെങ്കിൽ കർത്താവെ ഇത് വെളിപ്പെടുത്തി അതിൽ നിന്ന് ഞങ്ങളെന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു 2:30 മണി സമയമായപ്പോഴത്തേക്കും ഒരു ഡിവൈൻ കർത്താവിൻ്റെ കരുണയുടെ ആ ഒരു വലിയൊരു രൂപം ഞങ്ങളുടെ മുറിയിലുണ്ടായിരുന്നു. ആ മുറി 2:30 മണി ആ സമയത്ത് നിന്ന് ആ രൂപത്തിൽ നിന്ന് വലിയൊരു പ്രകാശം എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവിലേക്ക് വന്ന് വീഴുന്നതായിട്ട് ഞാൻ കണ്ടു. ഒരു നിമിഷം ഞാനൊന്ന് ഭയന്നു. കാരണം നല്ല ഇരുട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു പ്രകാശം വന്ന് വീണപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് അവിടെ നിറങ്ങി വന്ന് പ്രവർത്തിച്ചതാണെന്ന്. പക്ഷേ എൻ്റെ ആ ഒരു സംശയം കാരണം ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു, കർത്താവേ, ഇത് സ്വർഗത്തിൽ നിന്നാണ് ഈ പ്രകാശം വരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വരുത്തിക്കണേന്ന് പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രകാശവും വന്നടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് സൗഖ്യം നൽകുമെന്ന്. അതിനുശേഷം ഞാൻ കാണുന്നത് കുറേ കുറ്റിച്ചെടികൾ കണക്ക് കുറേ ചെടികൾ ഇങ്ങനെ കാണിക്കുന്നു. എന്നിട്ട് കർത്താവ് തന്ന സന്ദേശം ഇങ്ങനെയാണ്, ആരും നാട്ടിൽ പോവുകയില്ല, ഇവിടെ തന്നെ സൗഖ്യം ലഭിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം കർത്താവ് പറഞ്ഞ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് ദൈവം, പറയുന്നത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും, വാക്ക് മാറാത്തവനാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ ഇതിൽ വളരെ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമ്മളാരും പോകേണ്ടി വരത്തില്ല, കർത്താവ് ഇവിടെ തന്നെ സൗഖ്യം നൽകുമെന്ന്. പക്ഷെ തലേ ദിവസത്തെ ആ ഒരു റിപ്പോർട്ട്, കാരണം അതായത് ഇനിയും രക്ഷയില്ല, നിന്ന് കഴിഞ്ഞാൽ ഇനിയും തളർന്നു പോകും, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഹസ്ബൻഡ് ഒത്തിരി മനസ്സുകൊണ്ട് തളർന്നുപോയി, ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ. ഏതായാലും അന്ന് വൈകുന്നേരം പലരും ഈ വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും വിളിക്കാൻ തുടങ്ങി, എന്തായി നിങ്ങളുടെ തീരുമാനങ്ങൾ, അങ്ങനെ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം, അതായത് 26-ാം തീയതി വൈകിട്ട് റിസൾട്ട് കിട്ടി. നമുക്ക് സന്ദേശം കിട്ടുന്ന രാത്രി 27-ാം തീയതി ഒരു ഉച്ചയോടെ എന്നെ ഈ ശുശ്രൂഷ മേഖലയിലും ആത്മീയമായി വളർത്തുവാൻ സഹായിച്ചൊരു ആൻറ്റിയുണ്ട്. ഇന്ന് ആ ആൻറ്റി മരിച്ചുപോയി. പക്ഷെ ആ ആൻറ്റി വീട്ടിൽ വന്ന് ആൻറ്റിനോട് പറഞ്ഞ്, മെറീന, സംഗതി ശരിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെയാണ്, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നാട്ടിൽ പോയി നിങ്ങൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുക, എന്നിട്ട് അതിനുശേഷം ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും ഗൾഫിലേക്ക് വരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞ്, ഇങ്ങനെ എനിക്ക് രാത്രിയിൽ കർത്താവിൻ്റെ സന്ദേശമുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എനിക്ക് ആയുർവേദത്തിന് അറിയാവുന്നൊരു ഡോക്ടറുണ്ട്, ഞാൻ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് തരാമെന്ന്. അങ്ങനെ 27-ാം തീയതി വൈകിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഡോക്ടറിനെ കാണാൻ പോയി. കയറുമ്പോൾ തന്നെ വലിയൊരു കുരിശ് രൂപമാണ് കാണിച്ചു തന്നത് കർത്താവ്. ആ കുരിശ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈശോ സൗഖ്യം തരുമെന്നതിൽ യാതൊരു സംശയമില്ല, ഇവിടത്തെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി. ഡോക്ടർ ഹസ്ബൻഡിനെ പരിശോധിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വളരെ നല്ലൊരു ഡോക്ടർ പറഞ്ഞ്, നിങ്ങൾ ഒന്നിനെയും കുറിച്ച് വിഷമിക്കേണ്ട, കർത്താവ് ഒന്നിങ്ങനെ കൊണ്ട് ഞാൻ 15 ദിവസം എനിക്ക് തരിക, ഞാൻ സുഖപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ശരിക്കും അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഇപ്പോൾ ഓൾറെഡി 27-ആയി, 28-ാം തീയതി മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, 15 ദിവസം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ജാനുവരി 2-ാം തീയതി ഹസ്ബൻഡിന് ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പം ഇത്രയും കേട്ടപ്പോൾ തന്നെ കുറച്ചൊരു ആശ്വാസമായി. അപ്പോൾ 2-ാം തീയതി ജോയിൻ ചെയ്യണപ്പോൾ എന്ത് ചെയ്യണമെന്ന് എങ്ങനെ കമ്പനിയിൽ അറിയിക്കും. അപ്പം ഞങ്ങൾ ചെയ്താലും കർത്താവ് പറഞ്ഞതല്ലേ, നമ്മൾ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ്, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അത് വേണ്ടത് കർത്താവ് പ്രവർത്തിച്ചോളും, വിളിച്ചു പറയാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ജാനുവരി 2-ാം തീയതി ആയപ്പോൾ ഹസ്ബൻഡ് പെയിൻ കില്ലറെല്ലാം കഴിച്ച് ആ പുതിയതായിട്ട് ജോയിൻ ചെയ്യേണ്ട കമ്പനിയിലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ HR ഹസ്ബൻഡിനോട് പറയായിരുന്നു, ഞങ്ങൾ വിചാരിച്ചത് 7-ാം തീയതിയാണ് ജോയിൻ ചെയ്യുന്നത്, അത് കാരണം ജോബ് പ്രൊഫൈലൊന്നും റെഡി ആയിട്ടില്ല, വിരോധമില്ലെങ്കിൽ 7-ാം തീയതി ജോയിൻ ചെയ്യാമോ എന്ന്. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നി, കാരണം നമ്മളിങ്ങനെ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു വന്ന് 4-ാം തീയതിയാണ് അവിടുത്തെ ഷെയ്ഖ് മരിക്കുന്നത്. ആ ഷെയ്ഖ് മരിച്ചത് കൊണ്ട് 2 ആഴ്ച അവധി ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, 15 ദിവസം കൂടെ കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ ഉള്ള കംപ്ലീറ്റ് അവധിയും കിട്ടി. അതിനുശേഷം ഈ നിമിഷം വരെ
പരിപൂർണ സൗഖ്യം ഹസ്ബൻഡിന് കിട്ടി. ഇതുവരെയും ഒരു നടുവേദനയോ ഒരു വേദനയും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. കാരണം കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ പെയ്തിറങ്ങും, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കണം, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, എല്ലാം സാധ്യമാക്കുവാൻ കഴിവ്. മനുഷ്യർ പറയുന്നതും കേട്ട് നമ്മൾ ജീവിക്കുവാൻ പോകുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യർ ലോകത്തിലേക്കാണ് നോക്കുന്നത്, നമ്മൾ ദൈവത്തിലേക്കാണ് നോക്കേണ്ടത്. ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലജ്ജിതരാവുകയില്ല. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി. ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് ആ വിശ്വാസം വേണം, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത്, പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് പിറുപിറുക്കാൻ തുടങ്ങും. ഈ പിറുപിറുക്ക് വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്. വചനം തന്നെ പറഞ്ഞു, പിറുപിറുക്കരുത്. കാരണം എന്താണ്? പിറുപിറുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് മറുതലിക്കുന്നതിന് തുല്യമാണ്. സാത്താൻ ഇഷ്ടം എന്താണ്? ദൈവത്തോട് മറുതലിക്കണം, അതേ ദൈവത്തെ നിസ്സാരമായി കാണണം. അതിനുവേണ്ടി ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമുക്കറിയാം, ചില സമയത്ത് ദൈവം അനുവദിക്കും. അപ്പോൾ അനുവദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവം അനുവദിച്ചാൽ അത് സഹിക്കുവാനുള്ള കൃപയും ആ പ്രശ്നത്തിൽ നിന്ന് വരുവാനുള്ള സൊല്യൂഷനും ദൈവം നമുക്ക് നൽകും, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, സർവശക്തനാണ്, എല്ലാം സാധ്യമാക്കുവാൻ കഴിയുന്നവനാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം, അടിയുറച്ച വിശ്വാസം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ അടിയുറച്ച വിശ്വാസം ഉണ്ടാകും? പറയാൻ എളുപ്പം സാധിക്കും, വിശ്വസിക്കണം വിശ്വസിക്കണം. പക്ഷെ എങ്ങനെയാണ് നമ്മളൊരാളെ വിശ്വസിക്കുന്നത്? ഇപ്പോൾ ലോകത്തിലുള്ളൊരു വ്യക്തിയെ തന്നെ നമുക്കൊന്ന് വിശ്വസിക്കണം. നമ്മൾ എന്താ സാധന ചെയ്യുന്നത്? ചുമ്മാ നമ്മൾ ആരെങ്കിലും കയറി അങ്ങ് വിശ്വസിക്കുമോ? നമ്മൾ ഒരാളെ ഒന്ന് പരിചയപ്പെട്ട് ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചും ഇടപെട്ടും കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ആ വ്യക്തിയെ നമുക്കൊരു നല്ലൊരു ബോധ്യമായി കഴിയുമ്പോഴാണ് നമുക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പം അതുമാതിരി ഇപ്പം നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ നടന്നാലൊന്നും നമുക്ക് ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുകയില്ല. അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ വചനമാകുന്ന യേശുവെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, നമ്മൾ വിശുദ്ധ ബലിയിൽ നമ്മളെന്നും നമ്മൾ മിക്കവാറും എല്ലാ നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ കടന്നു വന്നിരിക്കുന്ന മിക്കവരും ഡെയിലി മാസിന് പോകുന്ന വ്യക്തികളായിരിക്കും. അപ്പം നമ്മൾ ബലി അർപ്പിക്കുവാൻ ബലിയിൽ കൂടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ തളർത്തുവാൻ സാധിക്കുകയില്ല. വചനം പറയുന്നുണ്ടല്ലോ, പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. യാതൊരു സംശയമില്ല, പ്രഭാതത്തിൽ ഉണർന്ന് കാരണം എന്താണ്? നമ്മുടെ ഉറക്കം നമ്മൾ ത്യജിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, 5 മണി, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഉറക്കം. പക്ഷെ അതിനെ ത്യജിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നദി പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും നമ്മൾ ആരെല്ലാമായിട്ട് ഇടപെടുന്നോ അവരിലേക്കെല്ലാം പെയ്തിറങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുക, ഏശയ്യ 62:3 കർത്താവ് വചനം പറയുന്നു, കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, കർത്താവിൻ്റെ കയ്യിൽ മനോഹരമായൊരു കിരീടമാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും. ഒരു കിരീടം നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയുമോ? നമ്മൾ എത്ര കാര്യമായിട്ടാണ് അതിനെ പരിപാലിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും എത്ര അധികമായി പരിപാലിക്കുന്നു. വചനം പറയുന്നു, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്നു.
അവിടുത്തെ ചിറകൻ കീഴിൽ നമുക്ക് അഭയം നൽകുന്നു. ആ ഒരു നല്ലൊരു ദൈവത്തിൻ്റെ മക്കളാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കണം. ഒരിക്കലും ഈ സാഹചര്യത്തെ നോക്കി നമ്മൾ പിറുപിറുക്കരുത്. പിറുപിറുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിൽ നിന്ന് വിടുതൽ കിട്ടുകയില്ല. ഒത്തിരി അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയൊരു സത്യമാണിത്. ഒരു ചെറിയൊരു അനുഭവം ഞാൻ ഒന്ന് സാക്ഷ്യപ്പെടുത്തട്ടെ. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏത് വർഷം ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ ബ്രദർ പീഡിയാട്രീഷ്യനാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒരു 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഒരാഴ്ചയായിട്ടും ആ പിള്ളേരുടെ പനി മാറുന്നില്ല. ഇവർ ഡോക്ടേഴ്സ് എല്ലാവരും പല മരുന്നുകൾ ട്രൈ ചെയ്തിട്ടും എന്താണ് രോഗമെന്ന് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞ്, നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി, എന്താണ് കർത്താവ് എന്തെങ്കിലും വെളിപ്പെടുത്തി തരുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച സമയത്ത് ഇത്രയേ കർത്താവ് കാണിച്ചുള്ളൂ. കർത്താവ് കൈനീട്ടി സൗഖ്യപ്പെടുത്തുന്നതായിട്ടും അതുമാത്രം കർത്താവ് കാണിച്ചു. പ്രത്യേകിച്ച് ഒരു സന്ദേശമൊന്നും തന്നില്ല, പക്ഷേ കർത്താവിൻ്റെ കരം നീട്ടി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, സൗഖ്യം എന്നുള്ളത് 100% ഷുവറാണ്. കാരണം കർത്താവിൻ്റെ ആണിപ്പാളുള്ള കരങ്ങൾ നീട്ടി നമ്മളിലേക്ക് ചെയ്താൽ അവിടെ സൗഖ്യം വരുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ സൗഖ്യത്തിന് വേണ്ടിയാണ് ആ നിമിഷം പ്രാർത്ഥിച്ചത്. പിറ്റേ ദിവസം ബ്രദർ ജോലിക്ക് പോയപ്പോൾ അതിൽ ഒരു കുട്ടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. പനി മാറി അന്ന് വൈകുന്നേരം തന്നെ ആ കുട്ടി ഡിസ്ചാർജായി. പക്ഷെ മറ്റേ കുട്ടി അസുഖം മാറിയിട്ടില്ല. പക്ഷെ അവർക്ക് ആ കുട്ടിയുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ച് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞാണ് ആ കുട്ടിക്ക് സൗഖ്യം കിട്ടിയത്. 2 പേർക്കും കർത്താവ് സൗഖ്യം ഒരേ സമയത്ത് കൊടുത്ത്. പക്ഷേ ഒരാൾക്ക് ഉടൻ കിട്ടി, ഒരാൾക്ക് കുറേ സമയമെടുത്ത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചതെന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞത് ഇതാണ്, ഈ 2 പേരുടെയും ബൈസ്റ്റാൻഡേഴ്സ്, അപ്പനും അമ്മയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും, അതിൽ ഉടൻ സൗഖ്യം കിട്ടിയ ആ കുട്ടിയുടെ പേരൻസും ബൈസ്റ്റാൻഡേഴ്സും ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയോ പിറുപിറുക്കുകയോ ഒന്നും ചെയ്തില്ല. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്ത് മറ്റേ പേഷ്യൻറ്റിൻ്റെ പേരൻസും ബൈസ്റ്റാൻഡേഴ്സ് ഈ ഡോക്ടേഴ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, അതാണ് ഇതാണ്, ഓരോ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് നേരം പിറുപിറുത്ത്. എന്നാൽ ഇവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഇവർ ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ദൈവമഹത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് തരുവാനും വേണ്ടിയാണ്. അപ്പോൾ പിറുപിറുക്കുന്നവർക്ക് സൗഖ്യത്തിന് കുറച്ച് നീട്ടം വന്നു. അതേസമയത്ത് മറ്റവർ ഉടൻ തന്നെ സൗഖ്യം ലഭിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു സത്യം ഇതാണ്, ഏത് സാഹചര്യത്തിലും പിറുപിറുക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. യാതൊരു സംശയമില്ല. ഒത്തിരി അനുഭവങ്ങൾ, ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. അതായത് നമ്മൾ ഏതൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ സാഹചര്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമ്മളിൽ നിന്ന് വിട്ടുപോകും. യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് കൈകൾ ഉയർത്തി എന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. വചനത്തിന് അഭിഷേകം മക്കളിലേക്ക് വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏശയ്യാ 49:7 പറയുന്നു, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയൊരു പ്രോമിസാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഈ വിശ്വാസം, പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ ലോകത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധ്യമാക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ കടബാധ്യതയിൽ പോണ്ടിരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സമ്പദ് സമൃദ്ധിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൽകുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിശ്വസിച്ചുകൊണ്ട്
ആ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. സോറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഏഷ്യ 51:12 പറയുന്നു, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യസന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? ഭൂമിക്കടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ മറന്നു കളഞ്ഞോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെ ചെറുതായി കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ഒരു പ്രശ്നം പറയാറുണ്ടല്ലോ, ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പേ അടുത്ത പ്രശ്നം വന്നിരിക്കും. പക്ഷേ ഏത് പ്രശ്നം വന്നാലും അതിനെല്ലാം അതിജീവിക്കുവാൻ കഴിവും ശക്തിയും ദൈവം തന്നെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുക. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെയും കുടുംബം നശിച്ചു പോകുകയില്ല, അവരുടെ മക്കൾ നശിച്ചു പോകുകയില്ല, യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ഞാൻ നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം അത് സാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. കർത്താവ് വചനത്തിലുടനീളം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് നമ്മളെ താങ്ങി നിർത്തിയാൽ ലോകത്തിൽ എന്തിനു നമ്മളെ തളർത്തുവാൻ സാധിക്കും? ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരിക. നമ്മൾ പ്രാർത്ഥിക്കുക, എന്നും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകരുത്. ചിലർ പറയാറുണ്ടോ, ഇന്ന് അവധിയല്ലേ, ഒന്നൊന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണ്ട. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ദൈവം നമ്മളെ പരിപാലിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്, ആപത്തും അപകടവും ഇല്ലാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. ഒരു ദിവസം കർത്താവ് വിചാരിക്കുന്നു, ഇന്ന് ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, ഞാൻ നോക്കുന്നില്ലെന്ന് വിചാരിച്ച നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നും നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നും അതിനൊരു സിസ്റ്റമാറ്റിക് ലൈഫ് നമുക്കുണ്ടായിരിക്കണം. അതായത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകരുത് നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക. ഏറ്റവും ഉചിതമായ സമയം പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ യാതൊരു വിധ ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് മാത്രമല്ല, പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പൂർണ്ണമായി പ്രകടമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കേണ്ടത്? നമ്മുടെ ബലഹീനതകൾ ഏതൊക്കെയാണ്? നമ്മളെ കൊണ്ട് പറ്റാത്തതെല്ലാം നമ്മുടെ ബലഹീനതയാണ്. ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ അത് നമ്മുടെ ബലഹീനത, നമുക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് നമ്മുടെ ബലഹീനതയാണ്. അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള വേദന, അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റിപ്പോണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മുടെ ബലഹീനതയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമ്മുടെ ബലഹീനതയിൽ അവിടുത്തെ ശക്തി പൂർണ്ണമായും പ്രകടമാകും. ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിന് നമ്മളെ തളർത്തുവാൻ സാധിക്കും? ഏത് പ്രശ്നത്തിന് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കും? ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മളെ തളർത്തുവാൻ സാത്താൻ പല രീതിയിലും നമ്മളെ തട്ടിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ആയിരിക്കും ചിന്തകൾ പോകുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും, അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റിപ്പോണ്. എത്ര നമ്മൾ ഉപദേശിച്ചാലും ഉപദേശം കൊണ്ട് മാറുന്ന തലമുറ അല്ല ഇപ്പോഴത്തെ തലമുറ നന്നാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ടു പഠിക്കും. കേട്ട് പഠിക്കുന്ന ആ ഒരു തലമുറ മാറി ഇപ്പോൾ കണ്ടുപഠിക്കുന്ന ഒരു തലമുറയാണ്. ഇപ്പം നമ്മൾ മാതാപിതാക്കന്മാർ പ്രഭാതത്തിലുണർന്ന് പ്രാർത്ഥിക്കുകയും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദാനമായി നൽകിയ മക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ
നമ്മുടെ മക്കൾ ദൈവഹിതപ്രകാരം ജീവിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ഒരു തീരുമാനം എടുക്കുക, പ്രഭാതത്തിൽ ഞാൻ ഉണർന്ന് പ്രാർത്ഥിക്കുമെന്ന്. അത് ഓരോരുത്തരുടെയും ആരോഗ്യതനുസരിച്ച് 3 മണി, 4 മണി, 5 മണി. പക്ഷെ നമ്മൾ ആ എഴുന്നേറ്റ് ഒരു മണിക്കൂർ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു സത്യം ഇതാണ്, പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു കൃപ. ഞങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ ഞാനും ഹസ്ബൻഡും എഴുന്നേറ്റ് 1 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ശേഷം ഹസ്ബൻഡും മക്കൾ അതിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുന്നതിന് മുമ്പ് ആ സമയം കൊണ്ട് 1 മണിക്കൂർ സമയം കിട്ടും നമുക്ക് ഉടുത്ത് റെഡിയായി ജോലിക്ക് പോകാനായിട്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അന്ന് ചെറുപ്പം മുതലേ അത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ കരുണയാണ് അത് ഇടയാക്കിയത്. പക്ഷെ അങ്ങനെ ഒരു കരുണ നമുക്ക് ലഭിച്ചത് കൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ മക്കളും അത് കണ്ട് അത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നും നമ്മൾ പ്രവർത്തിക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിക്കുക. ദൈവസന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾ ഒരു മകളോ നശിച്ചു പോവുകയില്ല, യാതൊരു സംശയമില്ല. നമ്മൾ കുഞ്ഞിലെ മുതലേ മക്കളെ അത് ട്രെയിൻ ചെയ്യണം. പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും ചെയ്യുവാൻ അനുവദിക്കരുത്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം അവരുടെ ബെഡ് നേരാക്കി ബെഡിലിരുന്ന് തന്നെ ഒരു 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടേ മക്കളെ പുറത്ത് വിടാവുള്ളൂ ബെഡിൽ നിന്ന്. അതിനുശേഷം പല്ല് തേച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് 1 മണിക്കൂർ അവരെ കൊണ്ട് ഇരുത്തി പ്രാർത്ഥിപ്പിക്കുക. അവരെ ചെയ്താൽ ഒരു കാലത്തും ഒരു അപ്പനും അമ്മയും മക്കളെക്കുറിച്ച് വേദനിക്കേണ്ടി വരികയില്ല, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ വേണ്ട പോലെ ചെയ്താൽ, നമ്മൾ പറയത്തില്ല വിതയ്ക്കുന്നത് കൊയ്യും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും, ചീത്തത് വിതച്ചാൽ ചീത്തത് കൊയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലത് കൊടുത്താൽ മക്കൾക്ക് അത് ലഭിക്കും. ചിലപ്പോൾ ആ പ്രായത്തിൽ അവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷേ ഒത്തിരി കഴിയുമ്പോൾ, അവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും, ഇതെല്ലാം അങ്ങനെയൊക്കെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് നമുക്കത് ചെയ്യുവാനും ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ വീണു പോകാതെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും ദൈവസ്നേഹം കൊണ്ട് നിറയാൻ. നമ്മൾ പ്രഭാതത്തിലുണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ നന്ദി പറയുക. വീണ്ടും ഒരു ദിവസം തന്ന് അനുഗ്രഹിച്ചതിനും രാത്രികാലം മുഴുവനും നമ്മളെ കാത്തു പരിപാലിച്ചത്, നമ്മളെ സംരക്ഷിക്കുന്നത്, കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് പിറ്റേ ദിവസം നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് അവർ പറഞ്ഞൊരു സാക്ഷ്യമായിരുന്നു. അവർ ആശുപത്രിയിൽ തീരെ വയ്യാതിരിക്കുന്ന ആരുമില്ല കൂട്ടിരിക്കാനായിട്ട്. അപ്പോൾ അവളിങ്ങനെ ഈശോ അടുത്ത് പറഞ്ഞു, ഈശോയെ എനിക്കൊന്ന് കൂട്ടിരിക്കണേ, ആരുമില്ല എനിക്ക് കൂട്ടിരിക്കാൻ, വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അന്ന് രാത്രി ആ മയക്കത്തിൽ അവൾ കാണുക ഈശോ സൈഡിലിരുന്ന് ഇവൾക്ക് കാവലിരിക്കുന്നതായിട്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നു, പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് ഉത്തരം നൽകും. ഉത്തരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിദ്വേഷവും വൈരാഗ്യവും വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു പ്രാർത്ഥനയും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുകയില്ല, യാതൊരു സംശയമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് എപ്പോഴും വചനത്തിൽ പഠിപ്പിക്കുന്നത് ക്ഷമിക്കണം, മറ്റുള്ളവരോട് ക്ഷമിക്കണം? കാരണം എന്താണ്? ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ചില സമയത്ത് നമുക്ക് ദേഷ്യം തോന്നും, അസ്വസ്ഥത തോന്നിക്കും. പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥത വരും. പക്ഷെ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്, പാപിക്ക് സ്വസ്ത്രഗീതം ഇണങ്ങുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പാപമുള്ളപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഓരോ പാപം നമ്മൾ ചെയ്യുമ്പോഴും ഓരോ കെട്ടുകൾ ആത്മീയ തലത്തിൽ ഓരോ കെട്ടുകൾ ഉണ്ടാകും.
ഈ കെട്ടുകൾ വരുമ്പോഴെന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകാൻ അത് തടസ്സം നിൽക്കുവാണ്. അപ്പോൾ ഈ തടസ്സങ്ങൾ മാറണമെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കണം. അനുസരിക്കുന്നത് എങ്ങനെ? കർത്താവ് പറയുന്നത് നീ ക്ഷമിക്കുക. കാരണം നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ജനമാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ചില സമയത്ത് ദൈവത്തെ അനുഗ്രഹിക്കാൻ പറ്റാത്ത അവസരങ്ങളാണ്. കാരണം വചനം പറയുന്നല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാതെ വരുന്നതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധി കടന്ന് വന്നിരിക്കുന്നത് മാറ്റാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്. ചില സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം അനുവദിക്കുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറില്ലേ, ഒരമ്മ കുഞ്ഞിനെ കൺസീവ് ചെയ്യുമ്പോൾ, ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ ഒരു അമ്മയും ധൃതി പിടിക്കത്തില്ല, അപ്പം തന്നെ കുഞ്ഞിനെ കയ്യിലെടുക്കണമെന്നൊന്നും ആരും പറയുകയില്ല. എത്ര വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും ഉദരത്തിൽ രൂപം കൊണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതലേ സന്തോഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ 9 മാസം തികയാതെ കൊച്ചിനെ എടുക്കണമെന്നും ആഗ്രഹിക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വിട്ടുകൊടുക്കണം. കാരണം ദൈവത്തിനറിയാം എപ്പോഴാണ് ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുന്നത്. അപ്പോൾ ദൈവത്തിനതറിയാം. അപ്പോൾ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തക്ക സമയത്ത് ദൈവം പ്രതിഫലം നമുക്ക് നൽകിയിരിക്കും, തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. അപ്പം നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ ക്ഷമ നമുക്ക് വേണമെങ്കിൽ എന്താ? നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ കണ്ണീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. ഒരു പ്രാർത്ഥിക്കുന്ന അമ്മ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബം ഒരിക്കലും നശിക്കില്ലെന്ന് നമുക്കറിയാം. വിശുദ്ധ മോണിക്കയുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു തീരുമാനമെടുക്കുക. എന്തു വന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നിന്ന് വിട്ടുപോകുകയില്ല. ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, എന്തെല്ലാം സംഭവിക്കട്ടെ, ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ഞാൻ നയിക്കും. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ച് എല്ലാവരെയും കുറിച്ചൊരു പദ്ധതിയുള്ളത് നമ്മുടെ ജീവിതം ഒരു നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കാൻ ദൈവം കാരണം നമുക്കറിയാം, സാധാരണ ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഒന്നും കയ്യിലില്ലാതെ വെറുതെ വരുന്നെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിയല്ല, നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഒന്നും കൊണ്ടുവരാറില്ല. എന്നാൽ ആത്മീയ തലത്തിൽ ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നിറച്ചാണ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കുഞ്ഞിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, ഈ കുഞ്ഞിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് കുഞ്ഞിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന് ആ കുഞ്ഞിനെ കുറിച്ചുള്ള പദ്ധതി അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കണം. ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തി കളയുമ്പോഴാണ് ആ കുടുംബത്ത് പാവങ്ങളും പാപക്കറകളും വീണ് കിടക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു കുഞ്ഞും എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓരോ കുഞ്ഞിനെയും ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട്, ഈ ലോകം അനുഗ്രഹിക്കപ്പെടുവാനാണ്. ഓരോ ദൈവമക്കൾ സാന്നിധ്യം കൊണ്ട് ആ സ്ഥലവും ആ പ്രദേശവും രാജ്യവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളൊരു അനുഗ്രഹമായി മാറാനാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുന്നില്ല. നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണോ ഇല്ലയോ? ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ, കാരണം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് ദൈവം, പറയുന്നത് പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്നത് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം പറയുന്നു, എഫേസോസ് 1:3
സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. പറയുന്ന സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസയിലൂടെ ദൈവ പൈതലായി മാറുമ്പോൾ സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ഉള്ളിൽ ദൈവം ഇട്ട് നൽകുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ് നമ്മളൊരു ദൈവ പൈതലായി മാറുന്നത്. സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ആ ഹൃദയത്തിലെടുത്ത് വെച്ച് നിറച്ച് സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും അത് പ്രവർത്തിക്കുവാൻ അനുവദിക്കാതെ ലോകത്തിൻ്റെ കാര്യങ്ങളെ നമ്മൾ വ്യഗ്രത പൂണ്ട് പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയുള്ള ജീവിതമാണ്? ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണോ? എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മീയ വരങ്ങൾ അതിനെ ഞാൻ നശിപ്പിക്കുവാണോ, അതോ നമ്മൾ അതിനെ ഇല്ലാതാക്കുവാൻ നിർവീര്യമാക്കുവാണോ? എന്താണ് ഞാൻ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അന്ത്യ ദിവസത്തിൽ ഇതിനെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ താലന്തുകൾക്കും ഉത്തരം നൽകാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. കാരണം ദൈവം നിക്ഷേപിച്ച കൃപകളും വരങ്ങളും ഉപയോഗിച്ച് നമ്മൾ അത് നൂറിരട്ടി അതിന് ബലമുണ്ടാക്കുന്നുണ്ടോ? കാരണം ബലമില്ലാത്തൊരു വൃക്ഷം മാതിരി ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനെ വെട്ടിമുറിച്ച് മാറ്റുന്നത് പോലെ ബലമില്ലാത്തൊരു ജീവിതമാണ് നമ്മുടെ ജീവിതം എങ്കിൽ അത് വളരെ നിർഭാഗ്യമായൊരു ജീവിതമായി പോകും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് തീരുവാൻ ദൈവം അനുവദിച്ച ഓരോ നിമിഷങ്ങളും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുക. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എഫേസ്യസ് 2:10 പറയുന്നു, ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികളായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം യേശു ക്രിസ്തുവിൽ ചെയ്യേണ്ട സൽപ്രവൃത്തികളെല്ലാം ചെയ്തു തീർക്കുവാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും. അപ്പം നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം, നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഡ്യൂട്ടിയാണ്, കർത്താവിൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അമ്മയുടെ ഡ്യൂട്ടി ആയിരിക്കാം, മകളുടെ ഡ്യൂട്ടി ആയിരിക്കാം, ഭാര്യയുടെ ഡ്യൂട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമ്മൾ ഏൽപ്പിച്ച ഡ്യൂട്ടി ഏത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നോ അത് വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളത് ദൈവഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കുക, ഏത് സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നതെങ്കിലും അതെല്ലാം നമ്മുടെ നന്മയ്ക്കായി മാറ്റുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായിട്ട് മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ചേർന്നിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് കേട്ട കാര്യങ്ങൾ വീണ്ടും ഒന്ന് നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുവാം. ഈ ലോകത്ത് നമ്മൾ കർത്താവിൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാണെങ്കിൽ, വചനം പറയുന്നൊരു കർത്താവിൽ ആശ്രയിച്ച് ആറ്റുനീരത്ത് നട്ട ചെടി എല്ലാ കാലത്തും ബലം പുറപ്പെടുവിക്കും. അപ്പം എല്ലാ കാലത്തും ബലം പുറപ്പെടുവിക്കുക എന്ന് വെച്ചാൽ ഏത് സാഹചര്യമായിക്കോട്ടെ, സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതല്ല, ദുഃഖത്തിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനും സാധിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ
ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം നമ്മളൊന്ന് ക്രമീകരിക്കണം. നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുക, നമ്മളെ സമർപ്പിച്ച് ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയ്ക്കുക. ഓരോ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറയുക. അന്നത്തെ ദിവസം നമ്മൾ ആരെല്ലാമായിട്ട് ഇടപെടുന്നോ, നമ്മൾ ആരെല്ലാം കണ്ടുമുട്ടുന്നോ, സംസാരിക്കുന്നോ, എല്ലാവരെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനം കൊണ്ട് നമ്മൾ നിറയും. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ ഒരു സാത്താനും നമ്മളെ തൊടുവാൻ സാധിക്കുകയില്ല. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം, അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസം നമുക്ക് വേണമെങ്കിൽ വചനം വായിക്കുക, ധ്യാനിക്കുക. ആ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഇടയാക്കും. കാരണം വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം, പറയുന്നത് പ്രവർത്തിക്കുന്ന ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ വിശ്വസിക്കണം. അപ്പം നമ്മൾ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവെ, നിമിഷം വരെ കേട്ട വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കുവാനും, ദൈവമേ, അവിടെ നിന്ന് എന്താണ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, 30 മേനി 60 മേനി 100 മേനി ബലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് ഇടയാക്കണമേ. കർത്താവെ, ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. അങ്ങേ സ്നേഹിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങേ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയും കൃപയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ പെയ്തിറങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ കത്തി ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവാനുഗ്രഹം നദി പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ പെയ്തിറങ്ങട്ടെ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആണിപ്പാള കരങ്ങളിൽ മക്കളിലേക്ക് അവിടെ നീട്ടണമേ കർത്താവേ. അവിടെ സ്പർശിക്കണമേ കർത്താവേ. സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. അവിടുത്തെ തിരുമുറിവിനാൽ കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും അവിടുന്ന് സ്പർശിക്കണമേ. ദൈവാനുഗ്രഹം നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.